ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ മറ്റൊരു ബദലില്ല. കരാറുകൾ ഉണ്ടാക്കുകയും നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു ശീലം. കരാറുകൾ ലംഘിക്കാനുള്ളതാണ് എന്ന് അടിവരയിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യവുമാണ് ഇസ്രായേൽ. പക്ഷേ നിലവിലുള്ള അവസ്ഥ അല്പം വ്യത്യസ്തമാണ്. ഈ കരാറുകൾ ലംഘിക്കാനൊക്കെ സയനിസ്റ്റ് ഇസ്രായേലിനെ സഹായിക്കുന്നത് അമേരിക്കൻ പിന്തുണയാണ്. എന്നാൽ ഇത്തവണ ജോ ബൈഡൻ ഈ വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നേ തന്നെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ ഫോറത്തിൽ അദ്ദേഹം ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തി. അതിലാദ്യം എപ്പിക് സീസ് ഫയർ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇത് ഹിസ്റ്റോറിക്കൽ വിക്ടറി ഓഫ് നവംബർ മാസത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ചരിത്രപരമായ വിജയമാണ്. ആ വിജയത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ എപ്പിക് സീസ് ഫയർ എന്ന് അദ്ദേഹം കുറിക്കുകയുണ്ടായി. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് നിന്ന് പിന്നോട്ട് പോകാൻ ഇസ്രായേലിന് കഴിയില്ല. കാരണം ജോ ബൈഡൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സീസ് ഫയറിൻ്റെ കാര്യം. അതുപോലെ ജനുവരി 20 ഓവൽ ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന ഡൊണാൾഡ് ട്രംപും സീസ് ഫയർ നടപ്പിലാക്കിയിരിക്കും എന്നുള്ള കാര്യത്തിൽ സുവ്യക്തമായ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. അമേരിക്കയെ പോലുള്ളൊരു രാജ്യത്തിന്, അല്ലെങ്കിൽ ലോകത്തിൽ ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിനും ഇനി ഇതിൻ്റെ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല, വിശേഷിച്ച് അമേരിക്കയ്ക്ക്. അതുകൊണ്ട് കരാർ നടപ്പിലാക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഇസ്രായേൽ ഇത് ഖത്തറും ഈജിപ്തും അമേരിക്കയും മാത്രമല്ല, ഇറാനും ടർക്കിയെയും കൂടി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അനൗദ്യോഗികമായി പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫലസ്തീൻ പ്രസ്ഥാനങ്ങളായിട്ടുള്ള ഹമാസ്, ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്, അതുപോലെ ലെബനൻ്റെ പ്രതിനിധികളൊക്കെ അടങ്ങുന്ന നിരവധി രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ നയതന്ത്ര നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. അതിനെ സ്പിയർ ഹെഡ് ചെയ്തത്, മുന്നോട്ട് നയിച്ചത് ഖത്തറും ഈജിപ്തും അമേരിക്കയുമാണ്. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ വലിയ വിജയമായി ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ കാലാവധി തീരാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു വലിയ നയതന്ത്ര വിജയം നേടിക്കൊണ്ട് പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതോടൊപ്പം ലോക മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു യുദ്ധത്തിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം ചെയ്തു കഴിഞ്ഞു. ഇനിയും എന്താണ് അവിടെ ചെയ്യാൻ ബാക്കിയുള്ളത് എന്ന പ്രശ്നവും കൂടി നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല മറ്റ് യുദ്ധമുഖങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷം ഏറെക്കുറെ അവസാനിച്ചു. ഹൂത്തികൾ ഇപ്പോൾ നിരന്തരമായ ആക്രമണം നടത്തുന്നില്ല. സിറിയൻ റെഷീമിൽ വന്നിട്ടുള്ള മാറ്റത്തെ തുടർന്ന് ഇറാൻ ഇപ്പോൾ പഴയതുപോലെ സജീവമായിട്ടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ മുന്നിലുള്ളത് ഈ 23 ലക്ഷം വരുന്ന ഗസ അല്ലാണ്ട് വേറൊന്നുമില്ല. ഇതിനു മുമ്പ് ഇസ്രായേലിന് പല ന്യായങ്ങളും പറയാനുണ്ടായിരുന്നു. വടക്കൻ പ്രദേശത്ത് നിന്ന് ഹിസ്ബുള്ള ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു, ഹൂത്തികൾ ഇവിടെ നിന്ന് ചെങ്കടൽ കേന്ദ്രീകരിച്ച് ആക്രമിക്കുന്നു, അതുപോലെ ഇറാൻ നേരിട്ട് 2 തവണ ആക്രമിച്ചല്ലോ, ഇറാൻ ആക്രമിക്കുന്നു, ഇറാൻ്റെ പ്രോക്സികൾ ആക്രമിക്കുന്നു. ഇങ്ങനെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം മുഴുവൻ അപകടത്തിലായിരിക്കുന്നു എന്ന വാദം അവർക്ക് ഉയർത്താനുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലും സാധ്യമല്ല. ഇപ്പോൾ മുന്നിലുള്ളത് ഇസ്രായേലും ഗസയിൽ കയ്യിലൊന്നുമില്ലാതെ ആകാശത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ മാത്രം കഴിയുന്ന 23 ലക്ഷം മനുഷ്യർ മാത്രമാണ്. ഇനിയും ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല മാനവികതയുടെ ഒരു അംശം അവശേഷിക്കുന്ന ആർക്കും ഇനി ഈ യുദ്ധത്തെ പിന്തുണയ്ക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഭാരതം അപ്പോൾ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ. ഈ സീസ് ഫയറിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ലോകത്തിലെ പ്രമുഖ ശക്തികളെല്ലാം തന്നെ ഇതിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഇത് സ്വാഗതം ചെയ്തു കഴിഞ്ഞു എന്ന് മാത്രമല്ല, രാഷ്ട്രീയ സെറ്റിൽമെൻറ്റ്, നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ പരിഹാരം ഫലസ്തീൻ പ്രശ്നത്തിനുണ്ടാകണം എന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലോകത്തിൻ്റെ മനസാക്ഷി ഇതപര്യന്തം പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെ സഹായിച്ച, ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ച ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ വെടിനിർത്തലിന് അനുകൂലമാണ്. വെടിനിർത്തൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.